ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എബ്രായർ 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നസ്രാന യേശുവിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ദൈവവചനം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതേ നടക്കൂ, അല്ലേ എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് പല വിചാരങ്ങൾ ഹൃദയത്തിലുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ പല രഹസ്യങ്ങളെ സൂക്ഷിക്കുന്ന ഒരാളാണ് മനുഷ്യന്മാർ. ലോകത്തുള്ള നമ്മൾ ഓരോരുത്തരും പല രഹസ്യങ്ങളെ. അപ്പം നമ്മുടെയൊക്കെ വിചാരങ്ങൾ, ഈ രഹസ്യങ്ങൾ ആർക്കും മനസ്സിലാകുകയില്ല, അല്ലേ? സ്വന്തം അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കൂടപ്പറപ്പിനോ ഭാര്യയ്ക്കോ ഭർത്താവിനോ, അല്ലേ, ഇതാരും അറിയാതെ ഈ രഹസ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആമേൻ, സ്തോത്രം. അല്ലേ, രഹസ്യത്തിൽ ചെയ്യുന്ന പാപപ്രവൃത്തികളുണ്ട്, അല്ലേ? ഈ രീതിയിലൊക്കെ മനുഷ്യൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ്, ക്രിസ്തുയേശുവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നീ എത്ര ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആരും കാണാതെ വണ്ണം നീ ചെയ്തു കൂട്ടുന്ന പാപപ്രവർത്തികൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദിവസം വെളിച്ചത്ത് വരും. ആമേൻ, സ്തോത്രം. അതാണ് ദൈവവചനം നമ്മളെ ചെയ്യുന്നത്, ഓർമ്മിപ്പിക്കുന്നത്, അല്ലേ? കാരണം നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് സകലതും നഗ്നതും മലർന്നതുമായ അവൻ്റെ മുന്നിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് കഴിയുകയില്ല മനുഷ്യന്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ദൈവവചനം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. അപ്പോൾ ലംഘനങ്ങളെ ക്ഷമിക്കണേ, പാപത്തെ മറച്ചു കിട്ടണമെങ്കിൽ യേശുവിനോട് നമ്മൾ ചെയ്യണം? എല്ലാം ഏറ്റുപറയുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അപ്പോൾ ദൈവവചനം പലയിടങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിന് സകലതും നമുക്കറിയാം. നമ്മൾ ഇരുട്ടത്ത് ആരും കാണാതെ വണ്ണം, അല്ലേ, അല്ലെങ്കിൽ അപ്പനേന്നോ അമ്മേന്നോ സഹോദരങ്ങളിൽ നിന്നോ ഭാര്യയെന്നോ ഭർത്താവിൽ നിന്നോ നമ്മൾ മറച്ചു ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ വണ്ണം നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ ഒളിച്ചു ചെയ്യുന്ന ചില പ്രവർത്തികളാണ്. എന്നിട്ട് പകലത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ഹല്ലേലൂയ എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് രഹസ്യങ്ങൾ പാടുള്ളതല്ല. ഹല്ലേലൂയ, ഒരു തുറന്ന പുസ്തകം പോലെ കർത്താവിൻ്റെ മുൻപിൽ നിൻ്റെ ഹൃദയത്തെ നീ പകരുകയാണെങ്കിൽ ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു ശമരിയ പട്ടണത്തിൽ ഒരു ശമരിയ സ്ത്രീയെക്കുറിച്ച് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു, അല്ലേ? യേശു അവളോട് അവിടെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് വെള്ളം തരാനായിട്ടൊക്കെ ചോദിക്കുന്നു, അല്ലേ, ജീവൻ്റെ. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ ആ സ്ത്രീ യേശുവിനെ അറിയാതെ അവനോട് പറയാൻ ആഗ്രഹിക്കാത്ത ഹിസ്റ്ററി ആയിരിക്കാം അവൾക്കുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രഹസ്യം, അവിടെ ജീവിതത്തിലെ പണ്ടുള്ള കാര്യങ്ങൾ, അതൊന്നും അവൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തന്നെ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ സ്ത്രീയോട് കർത്താവ് അവളുടെ ഹിസ്റ്ററി പറയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, നീ ഒരു പ്രവാചകൻ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, അല്ലേ? അപ്പം ഇവിടെയെല്ലാം ആ സ്ത്രീ തൻ്റെ ഹിസ്റ്ററി, അല്ലേ, പലതും ദൈവത്തിൽ നിന്ന് മറച്ചു. എന്നാൽ വിടുതൽ വേണം, അവളുടെ ദാഹം അവളിവിടെ പറയുന്നുണ്ട്, കർത്താവെ ഇങ്ങോട്ട് യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് വെള്ളം എനിക്കൊന്ന് തരണം. വെള്ളം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അവിടെ
ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അല്ലെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് അവൾക്ക് കഴിയാത്തൊരവസ്ഥ. അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധി നമ്മൾ വരുമ്പോൾ നമ്മുടെ ദാഹം തീരണം, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി വേണം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം നമുക്ക് കറക്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന ദിവസത്തിന് മുമ്പായിട്ട് നമുക്ക് മറുപടി എല്ലാവർക്കും വേണം. പക്ഷെ നിൻ്റെ മനസ്സിനെ നീ ഒരു കാര്യം ചിന്തിക്കുക, നീ എന്തിനാ വരുന്നത്, അല്ലെങ്കിൽ 2 വർഷം ശേഷം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വരെ ക്രിസ്തുയേശുവിന് നന്നായിട്ട് അറിയാം. അല്ല, ഈ ദൈവത്തിൻ്റെ മുമ്പാകെ വന്നിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങളെ മറച്ചു വെക്കുവാൻ പാടില്ല. നിനക്ക് ആരോടും പറയുവാനില്ലെങ്കിലും നസ്രാന യേശുവിനോട് പറഞ്ഞാൽ ആമേ സ്തോത്രം, അതിൻ്റെ എത്ര പാപങ്ങളാണെങ്കിലും കടും ചുവപ്പാൽ അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ, എല്ലാപ്പാ സ്ത്രീ പറഞ്ഞ പോലെ എൻ്റെ ദാഹം തീരണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് മറുപടി വേണം. പക്ഷെ നിനക്ക് ദൈവത്തോട് പറയുവാൻ ചിലതും കൂടെ ഇല്ലേ? ആമേ സ്തോത്രം. ചെറുത് മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ അത് ദൈവസന്നിധിയിൽ ആദ്യമായി വെളിപ്പെടുത്തുക. ആമേ സ്തോത്രം. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അതാണ് ദൈവവചനം നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെ തന്നെ ദാനിയേലിലൊക്കെ ഒരുപാട് കാര്യത്തിൽ എന്താണ്, അവൻ അഗാധവും ഗൂഢവുമായുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവ. അവൻ എന്താണ്, ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ. അവൻ ഇരുട്ടിൽ വസിക്കുന്നവനല്ല, പക്ഷെ അവൻ ഇരുട്ടിലുള്ളതിന് അറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഇരുട്ടും വെളിച്ചം അവൻ ഒരുപോലെയാണ്. ആമേ സ്തോത്രം. അല്ലേ, അവൻ അഗാധവും ഗൂഢമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. അപ്പം രഹസ്യത്തിലുള്ളതിനെ വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. അപ്പം നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം ആദ്യം മനസ്സിലാക്കുക. ആമേ സ്തോത്രം. നീ ഓർക്ക് നിൻ്റെ പ്രശ്നങ്ങളെ അവൻ മനസ്സിലാക്കുന്നില്ലേന്ന്. യേശുവിനെല്ലാം അറിയാം. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ മുമ്പിൽ നീ എത്രമാത്രം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, അല്ല അവന് വേണ്ടി നീ എത്രമാത്രം നിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ യെശയ്യാവിൽ 45-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. അപ്പോൾ ഈ ഇരുട്ടിലുള്ളതിനെയും മറവിടത്തിൽ മറഞ്ഞിരിക്കുന്നതിനെയും വെളിപ്പെടുത്തി തരുന്നൊരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇത് മനുഷ്യനെ കൊണ്ട് അസാധ്യം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു ദൈവങ്ങളെ കൊണ്ടും അത് സാധിക്കുകയില്ല. നസ്രാന യേശുവിന് മാത്രമേ ഇരുട്ടിലുള്ളതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാനും നിൻ്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുവാനും കഴിയത്തുള്ളൂ. ആമേ. നമുക്കറിയാം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് പോലും നമ്മുടെ ഹൃദയത്തിലെ ചില വിഷമങ്ങൾ അറിയണമെന്നില്ല, ചില രഹസ്യങ്ങളെ കണ്ടുപിടിക്കണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ നിൻ്റെ യേശുവിന് ഹല്ലേലൂയ സ്തോത്രം, അവന് സകലതും മനസ്സിലാവും. ഹല്ലേലൂയ സ്തോത്രം. അവന് നിൻ്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ലേ, ദൈവവചനം അതാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. നമുക്കറിയാം, മനുഷ്യരിപ്പോൾ പലരും ചിന്തിച്ചിരിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഈ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല, ആരും മനസ്സിലാക്കുന്നില്ല, ആരും കാണുന്നില്ല എന്നൊരു ചിന്തയായിരിക്കും. പക്ഷെ എൻ്റെ പ്രിയ ജനമേ, നീ പിണ്ടാകാരമായിരുന്നപ്പല്ല, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന സമയത്ത് ഹല്ലേലൂയ നിനക്ക് നീ ആരാന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്നെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ, നിന്നെ മനസ്സിലാക്കിയ ഒരു ദൈവം. അല്ലേ, പിണ്ടാകാരമായിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൂടം പോലും യേശുവിന് മറവായിരുന്നില്ല. ഇതായിരിക്കണം ദൈവത്തിൻ്റെ സൃഷ്ടി. ഹല്ലേലൂയ. ഞാനും നീയും എന്താന്ന് ദൈവസന്നിധിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമാണിത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമല്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെയോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാന്നുള്ളൊരു ഭാവത്തോടെ നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ ഏത് രഹസ്യങ്ങളെ അറിയുന്നവൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല പറയാൻ ദൈവസന്നിധി. നന്ദിയല്ലാതെ ദൈവത്തോടൊന്നുമില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപപ്രവൃത്തികൾ ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലേ? ആമേ സ്തോത്രം. മനുഷ്യർ കേട്ടാൽ അറപ്പ് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശു മായ്ച്ചു കളഞ്ഞില്ലേ? ഹല്ലേലൂയ. ഇന്ന് ആ നന്ദിയൊക്കെ എവിടെ? ആമേ സ്തോത്രം. ചില ദൈവസന്നിധിയിൽ ആ ഒരു ബോധത്തോടു കൂടെ നമുക്ക് ആരാധിക്കാം അവനെ. അവൻ എന്താണ്, അവന് കർത്താവിന് ഒരു മനുഷ്യന് ക്യാമറ വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ
കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവം. അത് നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടി നീ ആരോടും പറയാതെ നീറുന്നതാണെങ്കിൽ അതുപോലും സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സർവശക്തൻ്റെ മുമ്പിലാണ് നമ്മൾ. ആമേ സ്തോത്ര. അതുകൊണ്ട് എൻ്റെ പ്രിയ ജനമേ, ഹാലലൂയ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരെന്നറിഞ്ഞുകൊള്ളുക. അതിൽ രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ അതിനെ വിട്ടോടുക. ഹാലലൂയ സ്തോത്രം, അല്ലേ? അല്ലെങ്കിൽ രഹസ്യമായി നീ സൂക്ഷിക്കുന്ന ചില വിഷയങ്ങൾ, നിന്നെ നീറുന്ന അല്ലെങ്കിൽ നിന്നെ എന്തെയാണ് മനോവിഷമത്തിലാക്കുന്ന ചില പ്രതികൂലങ്ങളാണെങ്കിൽ അതും കർത്താവിന് മനസ്സിലാക്കാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അല്ലേ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ നമ്മളെ അറിഞ്ഞൊരു ദൈവം. അമ്മേ സ്തോത്ര. നമ്മുടെ അസ്ഥികൂടം പോലും ക്രിസ്തുവിന് മറവായിരുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ ദൈവം അറിയുന്നില്ലേ എന്നാണോ നമ്മളുടെ വിചാരം? ഹല്ലേലൂയ. ഈ നാളുകളിൽ യഹോവയെ എല്ലാ വഴികളിലും ഭയപ്പെടുക. നിൻ്റെ വിചാരങ്ങളിൽ, നിൻ്റെ നടപ്പിൽ, നിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ സ്തോത്ര. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ അറിയുന്നു. അത് ഇരുട്ടത്തായാലും വെളിച്ചത്തായാലും ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രിസ്തു നമ്മളെ അറിയുന്നവനാണ്. ആമേ സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ യേശു ആരാന്ന് ആദ്യം മനസ്സിലാക്കുക. അവൻ ഇരുട്ടിലുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ മുമ്പിൽ ഒന്നും നഗ്നത മലർന്നതുമായിട്ട് അവൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ആമേ സ്തോത്രം, എന്തിനാണ് ഹല്ലേലൂയ മനസ്സിനുള്ളിൽ ഭാരമിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ എന്തിനാണ് ഈ പാപത്തെ സൂക്ഷിക്കുന്ന? രഹസ്യം എപ്പോഴും ഒരു ഭാരമാണ് നമുക്ക്. അതൊരു പാപം തന്നെയാണ്. അതിനെ ഉപേക്ഷിക്കുക, പൂർണ്ണമായും ഫ്രീ ആയിട്ട്. ക്രിസ്തുയേശുവിൻ്റെ വചനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്നു? കുണ്ടറയിൽ ഇരിക്കുന്നവന് അവൻ എന്ത് ചെയ്യും? വിടുതൽ നൽകുന്നു. അവൻ ചെങ്ങലകളെ പൊട്ടിപ്പാൻ ശക്തനായ ദൈവമാണ്. സ്തോത്ര. അതുകൊണ്ട് എന്താണ് ഇത്രയും നാളുകൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭാരങ്ങൾ, സകല ഭാരം, മുറുകെ പറ്റുന്ന പാപം വിട്ട് യേശുവിൻ്റെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾക്ക് സഹായിക്കുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ.